മലയാളത്തിന്റെ മഹാനടനായിരുന്ന ജയന്റെ മരണത്തിന് കാരണമായത് ഈ ഒരു ഹെലികോപ്റ്റർ ഫൈറ്റ് ഡ്യൂപ്പില്ലാതെ അഭിനയിച്ച കാരണത്താലാണ്. എന്നാൽ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയപ്പോൾ തന്റെ 52ാമത്തെ വയസ്സിൽ ഡ്യൂപ്പില്ലാതെ ഒറിജിനലായി വിമാനത്തിന്റെ ഡോറിൽ പറ്റിപ്പിടിച്ചിരുന്നു. ബുർജ് ഖലീഫയിൽ നിന്ന് എടുത്തു ചാടിയും ഗ്രാഫിക്സിന്റെ മായം കലർക്കാതെ ബൈക്ക് പറത്തിയും 44 വർഷങ്ങളാണ് ആയിരക്കണക്കിന് സിനിമകളും ലോകം മുഴുവൻ ആരാധകരുമുള്ള ഈ മനുഷ്യൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രി ഇന്നും അടക്കി ഭരിക്കുന്നത്. ഇത് ഹോളിവുഡിന്റെ നിത്യഹരിത നായകൻ ആക്ഷൻ സിനിമകളുടെ രാജാവ് ടോം ക്രൂയിസിന്റെ കഥയാണ് 100 Days 100 Story പാർട്ട് 18. ഇതുപോലുള്ള കഥകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഡിസ്ലെക്സിയ എന്ന പഠന വൈകല്യം ബാധിച്ച ആ കുട്ടിയെ ടീച്ചർമാർ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കുന്നു. 19ാം വയസ്സിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ ബാലൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 1962 ഒരു സാധാരണ കുടുംബത്തിലാണ് തോമസ് ക്രൂയിസ് മാപ്പോത്തർ എന്ന ടോം ക്രൂയിസ് ജനിച്ചത്. അച്ഛൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അമ്മ ടീച്ചറുമായിരുന്നു. പുറമെ സന്തോഷമെന്ന് തോന്നാമെങ്കിലും ടോമിന്റെ കുട്ടിക്കാലം കഠിനമായിരുന്നു. 7ാം വയസ്സിലെ തന്റെ പഠന വൈകല്യം ആ കുട്ടിയെ തളർത്തി. അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടിയ ടോം ക്ലാസ്സിലെ പരിഹാസ കഥാപാത്രമായി മാറി. സ്ഥിരമായ ജോലിയില്ലാത്ത കാരണത്താൽ ദാരിദ്ര്യം കൊണ്ട് അച്ഛൻ ഓരോ നാടുകളിലേക്ക് താമസം മാറ്റി. 15 വയസ്സിനുള്ളിൽ 15 സ്കൂളുകൾ, ഒരു കൂട്ടുകാരനെ പോലും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ബാല്യം. ഇതിനിടയിൽ അച്ഛൻ ആ കുടുംബത്തെ ഉപേക്ഷിച്ചു പോകുന്നു. അതോടുകൂടി കുടുംബത്തിന്റെ ഭാരം മുഴുവൻ 15-കാരനായ ടോമിന്റെ ചുമലിലാവുന്നു. പത്രവിതരണം മുതൽ കിട്ടിയ പണികളെല്ലാം ചെറുപ്രായത്തിൽ തന്നെ ചെയ്യുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടായിരുന്നു. എന്നെങ്കിലും ലോകം തന്നെ തിരിഞ്ഞു നോക്കുമെന്നുള്ള വാശി. തന്റെ പരിമിതികളെ മറികടക്കാൻ ടോം കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗം എന്നത് അഭിനയമായിരുന്നു. ഒരു സ്കൂൾ നാടകത്തിൽ യാദൃശികമായി പങ്കെടുത്ത ടോമിനെ കണ്ട് കാണികൾ അത്ഭുതപ്പെടുന്നു. ആത്മവിശ്വാസം കിട്ടിയ ടോം കുറച്ച് ഡോളറുകൾ പോക്കറ്റിലിട്ട് തന്റെ 19ാമത്തെ വയസ്സിൽ ന്യൂയോർക്കിൽ എത്തുന്നു. നീണ്ട അലച്ചിലുകൾക്കൊടുവിൽ എൻഡ്ലെസ് ലവ് എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം കിട്ടുന്നു. തുടർന്ന് റിസ്കി ബിസിനസ് എന്ന ചിത്രം. പിന്നീട് ലോകം കണ്ടത് ഹോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദയമായിരുന്നു. 1986 ഇറങ്ങിയ ടോപ്പ് ഗൺ ടോം ക്രൂയിസിനെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റി. മാവറിക് എന്ന പൈലറ്റിനെ കണ്ട് ലോകം ആവേശഭരിതരായി. മറ്റേത് നടനേക്കാളും ടോം ക്രൂയിസിനെ വ്യത്യസ്തനാക്കുന്നത് ആ മനുഷ്യനിലെ റിസ്ക് എടുക്കാനുള്ള ചങ്കൂറ്റം ഒന്ന് മാത്രമാണ്. CGI-യും ഡ്യൂപ്പുകളും വാഴുന്ന കാലത്ത് ജീവൻ പണയം വെച്ചുകൊണ്ട് ഡ്യൂപ്പില്ലാതെ എടുക്കുന്ന ഓരോ സീനുകളിലും ടോമിന്റെ മുഖത്ത് ഭയമുണ്ടായിരുന്നില്ല. പകരം സിനിമയോടുള്ള അടങ്ങാത്ത ആവേശമായിരുന്നു ഉള്ളു നിറയെ. ഓരോ അപകടവും അയാൾക്ക് പുത്തൻ വെല്ലുവിളികളായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും ടോമിന്റെ കരിയറിൽ ഒരേ ഒരു കുറവെന്നത് ഓസ്കാർ അവാർഡായിരുന്നു. പലതവണ നോമിനിയാക്കപ്പെട്ടെങ്കിലും ആ പുരസ്കാരം ടോമിനെ തേടി എത്തിയില്ല. വൈകിയാണെങ്കിലും ആ നേട്ടം തന്റെ പോരാട്ട വീര്യത്തിനുള്ള അംഗീകാരമായിരുന്നു. പഠന വൈകല്യമുള്ള കുട്ടിയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിലേക്കുള്ള ആ ദൂരം ടോം ക്രൂയിസ് പിന്നിട്ടത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമല്ല, മറിച്ച് തളരാത്ത മനസ്സും തുടർച്ചയായുള്ള പരിശ്രമവും കൊണ്ട് മാത്രമാണ്. വീഴുമെന്ന് ഉറപ്പുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറക്കാൻ ധൈര്യം കാണിച്ച ഈ ടോം ക്രൂയിസിന്റെ കഥ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. മറ്റൊരു കഥയുമായി വരുന്നത് വരേക്കും നന്ദി.